അത് കയറി ക്ലച്ച് അപ്ലൈ ചെയ്തു, വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ത് കാര്യം കൊണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ വാഹനത്തിൻ്റെ ബാറ്ററി മാറാറായി? ഓക്കെ, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊന്നും വേറെ ഒരു പ്രശ്നവും കാണിക്കുന്നില്ല. വളരെ 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 നോർമലാണ്. ബാറ്ററി മേടിക്കുന്ന സമയത്ത് ആദ്യം നോക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന വർഷം ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയെക്കുറിച്ചാണ്. അതായത് എൻ്റെ തന്നെ വാഹനത്തിൻ്റെ ബാറ്ററിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നുമായിരിക്കും ബാറ്ററിയെക്കുറിച്ച് ഇത്രയും കണ്ടു എന്താണ് പറയാനുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ വാഹനം ഇപ്പോൾ എടുത്തിട്ട് 2019 ഞാൻ ഈ വാഹനം എടുക്കുന്നത്. 2018 മെയ്ക്കാണ്, 2018 ഡിസംബറിലെ വാഹനമാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാം, ഈ വാഹനം വരുന്ന സമയത്ത് ഏകദേശം 2019 കൂട്ടുകയാണെങ്കിൽ തന്നെ 5 വർഷമായി. അതായത് മൊത്തം 5 വർഷമായിട്ടുണ്ട് ഈ വാഹനം. ഏകദേശം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ജസ്റ്റ് കം ഓൺ. നമ്മളിപ്പോൾ ഈ വാഹനത്തിനകത്ത് കയറി ക്ലച്ച് അപ്ലൈ ചെയ്തു, വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. യെസ്, വാഹനം നല്ല കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി മാറേണ്ട ആവശ്യമുണ്ടോ? കാരണം 5 വർഷമായി, 5 വർഷമാകുന്ന വരെ അല്ലെങ്കിൽ ഒരു 5 വർഷം വരെ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ലൈഫ് കിട്ടുമോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? അതായത് 5 വർഷം ഒരു വാഹനത്തിൻ്റെ ബാറ്ററി നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ വാഹനത്തിൻ്റെ ബാറ്ററി മാറാറായിട്ടുണ്ടോ ഇല്ലയോ. എങ്ങനെ നമുക്ക് കറക്റ്റ് കൺഫേം ചെയ്യാൻ പറ്റും? അതായത് എന്ത് കാര്യം കൊണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ വാഹനത്തിൻ്റെ ബാറ്ററി മാറാറായി? കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാനുള്ളൊരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊരു മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്റർ എടുത്തതിന് ശേഷം അതിനകത്ത് വോൾട്ട് നോക്കുക. ഈ വോൾട്ടിൻ്റെ ഇങ്ങനെ കൊടുത്ത സൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് AC കറണ്ട്, നമുക്ക് DC ആണ് വേണ്ടത്. DC 20 വോൾട്ട് നമ്മൾ കൊടുക്കുക. മീറ്റർ ഞാനിവിടെ വെക്കുന്നു. ഏകദേശം പോസിറ്റീവ് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ റെഡ് ആയിരിക്കും. പോസിറ്റീവിലോട്ട് ഞാനൊരു പ്രോബ് കണക്ട് ചെയ്യുകയാണ്. കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇനി നെഗറ്റീവിലോട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ വോൾട്ട് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. 12.86 ഇതിൻ്റെ വോൾട്ടേജ്. ഇനി ഞാൻ ക്യാമറാമാനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് ഈ വോൾട്ടേജ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വോൾട്ടേജ് എത്രത്തോളം ഡൗൺ ആകും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഏതായാലും വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ വ്യത്യാസം എന്ത് വരും എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊന്നും വേറെ ഒരു പ്രശ്നവും കാണിക്കുന്നില്ല. വളരെ 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 നോർമലാണ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എത്രയാണ് എൻ്റെ ലാസ്റ്റ് വോൾട്ടേജ് കാണിച്ചത്? 8. അപ്പോൾ അതായത് നിങ്ങളൊക്കെ ഇപ്പോൾ കണ്ടായിരുന്നു, നമ്മുടെ വോൾട്ടേജ് വന്നിരിക്കുന്നത് 8 വോൾട്ടാണ്. പക്ഷേ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല. 8 വോൾട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 12-ൽ നിന്നും അത് നേരെ 8-ലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ഡ്രോപ്പാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും എന്താണ് മനസ്സിലായത്? കാരണം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 13.8 കാണിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ചാർജ് ആവുന്നതിൻ്റെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഞാനിപ്പോൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഈ 8 വോൾട്ടൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് വോൾട്ടേജ് ഡ്രോപ്പാണ് വരുന്നത്. നമ്മുടെ ലൈൻസിലോട്ട് 12 വോൾട്ട് കൃത്യം വേണ്ട സെൻസറുകൾക്കൊന്നും ഈ പറഞ്ഞ 12 വോൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകുന്നതായിരിക്കും. അപ്പം ഏകദേശം 5 വർഷം ഓടി, 5 വർഷമായിട്ട് ഈ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ഇതുവരെ ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ഇനി കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ഏതായാലും ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്യും. നമ്മുടെ ബാറ്ററി ദേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഈ ബാറ്ററിക്കകത്ത് ചില 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ബാറ്ററിയുടെ ഡേറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. 2024 1-ാം മാസം, അതായത് ജാനുവരി 2024 ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഈ ഒരു ബാറ്ററി എന്ന് പറയുമ്പോൾ ഫ്രഷ് സാധനമാണ്. അതായത് അധികം നാൾ ഇരുന്ന് പഴകാത്ത ബാറ്ററിയാണ്. അപ്പം നിങ്ങൾ ഇനി തൊട്ട് ഒരു ബാറ്ററി മേടിക്കുന്ന സമയത്ത് ആദ്യം നോക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന വർഷം ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അതായത് വർഷവും മാസവും. ഇപ്പം വേണമെങ്കിൽ എനിക്ക് 2023 ബാറ്ററി ഇപ്പോഴും കിട്ടും. 2023 5-ാം മാസത്തെയും 6-ാം മാസത്തെയും ബാറ്ററിയൊക്കെ ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണം. ഇനി നമ്മളിതെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്നൊരു വാറണ്ടി കാർഡും കൂടെ ഉണ്ട്. ഈ വാറണ്ടി കാർഡിനെ കുറിച്ച് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ബാക്കിയും കൂടെ നിങ്ങൾ കണ്ടോണം. ഏതായാലും ഞാനിതൊന്ന് ഫിറ്റ്മെൻറ്റ് നടത്തട്ടെ. ഫിറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിപ്പം ഞാൻ ചെയ്ത പോലെ ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഇത് ഫിൽഡ് ആയിരിക്കും. എന്തൊക്കെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു ബാറ്ററി അഴിക്കാൻ വേണ്ടി നമുക്ക് ഒരു 8-10 മതി. 8 വെച്ച് നമുക്ക് ഈ ക്ലാമ്പ് ഒന്ന് ലൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ലൂസ് ചെയ്തു. ഈ ഒരു ക്ലാമ്പ് ഞാനൊന്ന് ഔട്ടാക്കി. അടുത്തത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. നെഗറ്റീവ് ടെർമിനൽ ഒന്ന് അഴിക്കുകയാണ്. കാരണം നെഗറ്റീവ് വേണം ആദ്യം അഴിക്കേണ്ടത്.
ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ഒരു വാഹനത്തിൻ്റെ അടിക്കുന്ന നെഗറ്റീവ് ടെർമിനൽ മാത്രമേ അടിക്കാവുള്ളൂ. കാരണം ബോഡി ആയിട്ട് നെഗറ്റീവിന് എല്ലാ സപ്ലൈയും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് നമ്മൾ അഴിക്കേണ്ടത് പോസിറ്റീവ് ടെർമിനലാണ്. പോസിറ്റീവ് ടെർമിനൽ ഞാനത് ലൂസാക്കി, പോരാ കുറച്ചുകൂടെ ലൂസാക്കണം. ഓക്കെ, ഞാനത് ലൂസാക്കി ഊരി. ഇനിയിപ്പോൾ ഈ ബാറ്ററി ഞാനിങ്ങ് ഊരി എടുക്കുകയാണ്. എടുത്തു, ഒന്ന് മാറ്റി വെച്ചു. പഴയ ബാറ്ററി കൊടുത്താൽ പൈസ കിട്ടും കേട്ടോ, അത് നിങ്ങൾ ഓർത്തോണം, മറക്കരുത്. ഇനി ഞാൻ ഈ പുതിയ ബാറ്ററി ഒന്ന് ഫിറ്റ് ചെയ്യാണ്. ഓക്കെ, ആ ട്രേക്കകത്ത് തന്നെ അതുപോലെ വൃത്തിയായിട്ട് വെക്കണം. ഈ ക്യാപ്പ് ഒന്ന് ഊരി കളയണം. അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ഞാൻ വെച്ചു. ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കുക. അപ്പം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, നമ്മുടെ ബാൻഡ് നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. ആ ബാൻഡ് നമ്മൾ മറക്കാതെ അതും കൂടെ ഫിറ്റ് ചെയ്തോണം. ഓക്കെ, ഇനി ഈ ബാൻഡ് നമ്മൾ പതുക്കെ ഒന്ന് കറക്റ്റായിട്ട് കയറ്റി ഇട്ടോണം. ഞാൻ അതുപോലെ തന്നെ തിരിച്ച് കയറ്റി ഈ ഒരു ക്ലാമ്പ് ഞാൻ ഊരിയതുപോലെ തന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഹുക്ക് ബാക്ക് സൈഡിലുണ്ട്. ആ ഹുക്ക് അവിടെ കറക്റ്റ് കയറിയെന്ന് ഉറപ്പ് വരുത്തുക. അത് ആദ്യം ഒന്ന് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാനുവലായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക, പിടുത്തം പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിതൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഒരുപാട് ഓവർ ടൈറ്റ് ആകേണ്ട കാര്യമില്ല, പക്ഷേ എന്നാൽ ഒത്തിരി ലൂസ് ആകാനും പാടില്ല. ഒരു നോർമൽ ടൈറ്റ് തന്നെ ഈ രണ്ടും നമ്മളൊന്ന് ടൈറ്റ് ചെയ്യണം. രണ്ട് സൈഡ് ഒരുപോലെ തന്നെ ടൈറ്റ് ചെയ്യണം, കാരണം രണ്ട് സൈഡ് ഒരുപോലെ ടൈറ്റ് ചെയ്താലേ പ്രോപ്പറായിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ നെഗറ്റീവും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. നെഗറ്റീവാണ് നമ്മൾ ലാസ്റ്റ് കണക്ട് ചെയ്യേണ്ടത്. നെഗറ്റീവ് കൂടെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വോൾട്ട് മീറ്ററും കൂടെ വെച്ച് ഞാൻ ആ പറഞ്ഞതുപോലെ വോൾട്ടേജ് എത്രത്തോളം താഴെ പോകുന്നുണ്ടെന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് പ്രോബ്സും ടൈറ്റ് ആണോ എന്നൊന്ന് കൺഫേം ആക്കിക്കോണം. ഇനി നമുക്ക് വോൾട്ട് മീറ്റർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ വോൾട്ട് മീറ്റർ വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20ൽ കൊണ്ടുവന്നു. പോസിറ്റീവ് ടെർമിനൽ ഒന്ന് കണക്ട് ചെയ്തു. ഇനി നെഗറ്റീവ് ടെർമിനലും ഇവിടെ കണക്ട് ചെയ്തു. ഇപ്പം നമുക്ക് ഏകദേശം ലൂസാണ്, ലൂസാകരുത്, ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ, 12.64. ഇനി ഞാൻ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്ത് വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. അതായത് 10ൽ താഴെ പോകാൻ പാടില്ല എന്നുള്ളൊരു കണക്ക് ഇവിടെ ആപ്റ്റ് ആകുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം. ഏതായാലും ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. നിങ്ങൾ വോൾട്ടേജ് ഒന്ന് ശ്രദ്ധിച്ചു വേണം. ഓക്കെ, നമ്മുടെ വാഹനം സ്റ്റാർട്ടായിരിക്കുകയാണ്. എത്രത്തോളം വന്നിട്ടുണ്ടായിരുന്നു? 10. ഓക്കെ, അപ്പോൾ 10 തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ വാഹനത്തിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ, ഈ ബാറ്ററിക്ക് വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പ്രോബ് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഒരു കാര്യത്തിൽ സംശയമുണ്ട്. പ്രോബ് എന്ന് ഉദ്ദേശിച്ച് ഇത് വെറുതെ ആടുകയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കൃത്യം 10 വോൾട്ട് തന്നെ കാണിച്ച സ്ഥിതിക്ക് നല്ലതാണ്. വാഹനം ഒന്ന് ഓഫ് ചെയ്യട്ടെ. അങ്ങനെ 10 വോൾട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം ഞാനിപ്പോൾ 5 വർഷമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 8 വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും വോൾട്ടേജ് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വാഹനം 10 വോൾട്ടിൽ താഴെ പോകരുത്. ഇനി 9 വരെ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഒരു 8 ആ റേഞ്ചൊക്കെ വരികയാണെങ്കിൽ തീരെ ഡ്രോപ്പ് ആവുകയാണ്. നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മോട്ടർ കാര്യങ്ങളെല്ലാം കംപ്ലയിൻറ്റ് വരും. വേറെ ഇലക്ട്രിക്കലായിട്ടുള്ള ഡിവൈസ്, അതായത് നമ്മൾ അഡീഷണലായിട്ട് പിടിപ്പിക്കുന്ന സ്റ്റീരിയോ ആണെങ്കിലും ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ അഡീഷണലായിട്ട് ഡയറക്റ്റ് നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈ എടുത്തിരിക്കുന്ന ആ യൂണിറ്റിന് വരെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഈ സബിൻ്റെയൊക്കെ ലൈൻ ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു സബ് യൂണിറ്റിൻ്റെയൊക്കെ കംപ്ലയിൻറ്റ്, സബ് അല്ലെങ്കിൽ ആമ്പിൻ്റെയൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തതിന് ശേഷം മടുപ്പുണ്ടെങ്കിൽ അത് മാറിവിടുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാഹനത്തിലും അത് മാറിവിട്ടെ. അപ്പോൾ നമുക്ക് വാറണ്ടി കാർഡിൻ്റെ കേസ് കേട്ട് അടുത്തൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാരണം ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ഫോളോ ചെയ്യാൻ സാധിക്കത്തില്ല. ഡീറ്റെയിൽ ആയിട്ട് വാറണ്ടി കാർഡിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും.